വായി തോന്നുന്ന പൊട്ടത്തരം ഇവിടെ വന്ന് വിളിച്ചു പറയുന്നതിന് മുൻപ് അതൊക്കെ ഓർക്കണമായിരുന്നു. അതെ, നിങ്ങൾ അമ്മയെ കുറ്റപ്പെടുത്തണ്ട. അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതാ അല്ലേ അമ്മ? അബദ്ധം പറ്റിയതായാലും അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അമ്മ മേലിൽ ഇവിടെ വന്ന് സംസാരിക്കരുത്. നമുക്ക് ഇവിടെ വെച്ച് തന്നെ നടത്താം. അത് മതി, അത് മതി. എല്ലാ സേതുവിന്റെ ഇഷ്ടം പോലെ മതി. നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞാൽ പെരുവണ്ണാപുരത്ത് അപ്പന്റെ മുന്നിൽ പോയി അർച്ചനയും സച്ചിയും തമ്മിലുള്ള താലികെട്ട് ചടങ്ങ് നടത്തണം. നല്ല തീരുമാനം. എല്ലാം നാളത്തെ ബോർഡ് മീറ്റിംഗിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ അടങ്ങിയ ഡോക്യുമെന്റ്സ് ആണ്. പോറ്റി സാർ ഇത് മാഡത്തെ ഏൽപ്പിക്കാൻ പറഞ്ഞു. നാളെ പോറ്റി സാർ ഉണ്ടാവില്ലേ? ഉണ്ടാവുന്നാ പറഞ്ഞത്. കമ്പനിയുടെ ചെയർമാൻ സ്ഥാനം നാളെ അവന്തിക മാഡം ഏറ്റെടുക്കണം. അതോടെ സേതുമാധവനോടും കുടുംബത്തോടുമുള്ള എന്റെ പകയുടെ കണക്കുകൾ തീരും. പക്ഷേ പുതിയൊരു ശത്രുവിടെ ജന്മം എടുത്തിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയം. എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇനി ഏത് ശത്രു? അങ്ങനെ ആരും ഇനി വരാനില്ലല്ലോ. അർച്ചന തന്നെയാണ് ഇപ്പോഴും മാഡത്തിന്റെ പ്രധാന ശത്രു. അതിനൊരു മാറ്റവും വരാനില്ല. അല്ല മൂർത്തി, ചില സൂചനകൾ എനിക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നുണ്ട്. അത് അർച്ചനയല്ല. എന്റെ നീക്കങ്ങൾ കൃത്യമായിട്ട് ആ ശത്രു മനസ്സിലാക്കുന്നുണ്ട്. ആരാത്? ആരായാലും ഞാൻ അവരെ കണ്ടെത്തും. എന്റെ കൂടെ നിന്ന് എന്നെ ചതിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ വളരെ ക്രൂരമായിരിക്കും. എന്തായാലും അമ്മാവ് നാളത്തേക്കുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. കൃഷ്ണഭദ്രം വക്കീലിനെ നാളെ തന്നെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായി നിയമിക്കുകയും വേണം. അതിനുള്ള പേപ്പേഴ്സും കൂടി തയ്യാറാക്കിക്കോണം. അതെല്ലാം ഞാൻ ചെയ്തോളാം. എന്നാ ശരി. ഏത് വക്കീൽ വന്നിട്ട് എന്താ കാര്യം? എല്ലാവരെയും അവള് പണം കൊടുത്ത് വശത്താക്കൂലേ? അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ വക്കീലന്മാരെയും സ്വാധീനിക്കാനൊന്നും അവൾക്ക് പറ്റില്ല. ഒരു സ്വാധീനത്തിലും വീഴാത്ത വക്കീലന്മാരും ഈ നാട്ടിലുണ്ട്. അതാരാ അങ്ങനൊരു വക്കീല്? അഡ്വക്കേറ്റ് ശ്രീനിവാസ് നരസിംഹൻ. ആരുടെയും ഒരു സ്വാധീനത്തിനും അദ്ദേഹം വഴങ്ങില്ല. കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാ അത് ജയിപ്പിച്ചിട്ടേ അദ്ദേഹം അടങ്ങൂ.
പിന്നെ അദ്ദേഹത്തെ തന്നെ നമ്മുടെ കേസ് ഏൽപ്പിക്കാം. ന്യായത്തിന് വേണ്ടി മാത്രമേ അദ്ദേഹം നിൽക്കൂ. എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. എങ്കിൽ പിന്നെ ഇനി ഒന്നും നോക്കാനില്ല. വക്കീലുമായി എത്രയും പെട്ടെന്ന് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യണം. അച്ഛൻ എന്തു പറയുന്നു? എല്ലാം നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഒരു സിറ്റിങ്ങിന് ഒരുപാട് ലക്ഷങ്ങൾ വാങ്ങുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അയാളെ തെറ്റിപ്പോറ്റാൻ നമുക്ക് കഴിയുമോ? പണമൊക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വക്കീൽ വേണം, അത്രേ ഉള്ളൂ. ഇയാള് കേസ് ജയിക്കുമെന്ന് ധനുഷിന് ഉറപ്പാണോ? എനിക്ക് ഉറപ്പാണ്. എങ്കിൽ അർച്ചനയും സച്ചിയും ധനുഷും നന്ദനും കൂടി പോയി ആ വക്കീലിനെ കാണണം. ഞാൻ പോകേണ്ട കാര്യമില്ല. ഇവരെല്ലാരും കൂടി പോയാൽ മതി. എനിക്ക് കുഞ്ഞിന്റെ ചെക്കപ്പിന്റെ റിസൾട്ട് വാങ്ങിക്കണം. എനിക്കും നാളെ വേറൊരു അത്യാവശ്യമുണ്ട്. ബാക്കിയുള്ളവർ പോട്ടെ. തിരിച്ചു വരുന്ന വഴിക്ക് ചെക്കപ്പിന്റെ റിസൾട്ട് ഞാൻ വാങ്ങിച്ചോളാം. എല്ലാവരും കൂടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ധനുഷും അർച്ചനയും മാത്രം പോയാൽ മതി. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ തീരുമാനിക്കാം.